സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇദത്തുഖിദൽ ഫൈഉ ദിവല, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ, അഥവാ പൊതുമുതൽ സ്ഥാപനത്തിന് വേണ്ടി പിരിവ് നടത്തുക, 10% കമ്മീഷൻ കൊടുക്കുക, പൊതുമുതലാണത്. ശമ്പളം കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ സ്ഥാപനത്തിന് വേണ്ടി ഒരാൾ 1 ലക്ഷം കൊടുത്താൽ ആ 1 ലക്ഷവും സ്ഥാപനത്തിലെത്തണം. പക്ഷേ പല സ്ഥലങ്ങളിലും എത്താറില്ല. 50 എത്താറുള്ളൂ, പല സ്ഥലങ്ങളിൽ 60 എത്താറുള്ളൂ, ചില സ്ഥലങ്ങളിൽ 70 എത്താറുള്ളൂ, ചില സ്ഥലങ്ങളിൽ 80 എത്താറുള്ളൂ. ഇത് പൊതുമുതലാണ്. ഇത് അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ സ്ഥാപനത്തിന്റെ റിസീവറാണ്. 2 വർഷം കഴിയുമ്പോഴേക്കും വലിയ വീടെടുത്തു, വലിയ കാറെടുത്തു, നിരന്തരമായി ഗൾഫിൽ പോവാണ് സ്ഥാപനത്തിന് വേണ്ടി. കോടിക്കണക്കിന് രൂപ പിരിച്ചാൽ 40 ലക്ഷം രൂപ സ്വന്തമാണ്. സ്ഥാപനത്തിന് കൊടുത്ത പൈസ സ്വന്തമായി അന്യായമായി ഉപയോഗിക്കുക. ഇത് തുഹിദൽ ഫൈഉ ദിവല, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുമുതലിൽ കൈയിട്ട് വാരാൻ തുടങ്ങിയാൽ, കീശ പൊറുപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കളായാൽ, സമുദായത്തിനൊരു ഉപകാരവും ചെയ്യാതെ, സമുദായത്തിനൊരു നേട്ടവും ചെയ്യാതെ, സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ കൂടെ നിന്ന് ശബ്ദിക്കാനും പോരാടാനും നിൽക്കാതെ ആകെ കീശ പൊറുപ്പിക്കുക എന്ന ചിന്ത മാത്രമാണ് ഉള്ളതെങ്കിൽ ഇത് തുഖിദൽ ഫൈഉ ദിവല, പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, വൽ അമാനതു മഗ്നമാ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ, വൽ അമാനതു മഗ്നമാ, ഒരു വാക്ക് നൽകിയാൽ അത് പാലിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. വാക്കൊരിക്കലും ലംഘിക്കാൻ പാടില്ല, കരാർ ലംഘിക്കാൻ പാടില്ല. വൽ അമാനതു മഗ്നമാ, ഒരു എന്തെങ്കിലും ഒരു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് അതേപോലെ തിരിച്ചു കൊടുക്കണം. ജൂലൈ 1 കടം ചോദിച്ചതാണ്, ജൂലൈ 1 ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ ജൂലൈ 1 തിരിച്ചു കൊടുക്കണം. എന്നാ പിന്നെ ജൂൺ 30 പിന്നെ ഫോൺ വിളിച്ചെടുക്കൂല. ഇതൊക്കെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളാണ്, അല്ലെ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം വാങ്ങുമ്പോ എന്തൊരാവേശമാണ്, പക്ഷെ അത് തിരിച്ചു കൊടുക്കുമ്പോ ഫോൺ എടുക്കൂല. പിന്നെ ഇങ്ങനെ ചോദിച്ചാൽ കൊടുത്ത ആള് മോശമായി പോയി, എനിക്കെന്തിപ്പത്ര തിരക്ക്, ഒരു 10,000 രൂപ തന്നു, അതിന്റെ പേരിൽ ഇങ്ങനെ ചൊറയാ എങ്ങനെ പറഞ്ഞു, പിന്നെ ബന്ധം വഷളായി. ഇതല്ലേ നടക്കുന്ന, ഇങ്ങനല്ലേ അല്ലെ? കടം ചോദിക്കുമ്പോ വലിയ ആവേശത്തോട് ചോദിച്ചു, അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കണ്ടു കൊടുത്തിട്ട് സമയമാകുമ്പോ തിരിച്ചു വിളിച്ചു, ഇല്ല, ഫോൺ എടുക്കുന്നില്ല. കാണുമ്പോൾ മാറി നിൽക്കാൻ തുടങ്ങി, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ഫോൺ നമ്പർ മാറ്റി, പിന്നെ ബന്ധം വഷളായി. കൊടുത്തതിന്റെ പേരിൽ പിണക്കമായി. കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, അല്ലെ? കൊടുത്തില്ലെങ്കിൽ അന്നൊരു ദിവസം ദേഷ്യം ഉണ്ടാവും, ഞാൻ ചോദിച്ചിട്ട് തന്നിട്ടില്ലല്ലോ എന്നൊരു വിഷമമുണ്ടാകും, പിന്നെ മാറി. പക്ഷെ കൊടുത്താലോ അതിന്റെ പേരിൽ പിന്നെ കാലാകാലം പിണക്കമാണ്. ഇന്നതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് വൽ അമാനതു മഗ്നമാ, വിശ്വസ്തത കിട്ടാക്കനിയായി മാറിയാൽ വിശ്വസ്തതയുണ്ടാവൂല, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമായി മാറും. വസ്സകാതു മഗ്റമാ, സകാത്ത് കൊടുക്കാതെ കടമായി അവശേഷിച്ചാൽ, അല്ലെ? സകാത്തിന്റെ മുതലൊക്കെ കണക്കാക്കി നോക്കിയാൽ ഒരുപാട് സകാത്ത് കൊടുക്കാനുണ്ട്. വസ്സകാതു മഗ്റമാ, കടമായി സകാത്ത് ബാക്കിയായാൽ, വതുഅല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയല്ലാതെ മക്കളെ പഠിപ്പിക്കുന്ന കാലം വന്നാൽ, ഒന്ന് നെഞ്ചത്ത് കൈ വെച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കിയേ, എന്റെ മകനെ ഞാൻ പഠിപ്പിക്കുന്നത് ദീനിന് വേണ്ടിയിട്ടാണോ? ഡോക്ടറും ആക്കുക, എഞ്ചിനീയറും ആക്കാം, അക്കൗണ്ടന്റും ആക്കാം, ടീച്ചറും ആക്കാം, ഉസ്താദും ആക്കാം, എന്തുമാക്കാം. പക്ഷെ അവിടേക്ക് എന്റെ ലക്ഷ്യം ദീനാണോ? ദീനിന് വേണ്ടിയിട്ടാണോ ഞാൻ മക്കളെ പഠിപ്പിക്കുന്നത്? ഒന്ന് നെഞ്ചത്ത് വെച്ച് കൈവച്ച് ആലോചിക്കും, എന്റെ മക്കളെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന്. ആലോചിച്ചില്ലേ? എന്തിനാ നമ്മൾ പഠിപ്പിക്കുന്നത്? എവിടെയാണ് നല്ല ഹൈ സ്കെയിൽ സാലറി ലഭിക്കുക? എവിടെയാണ് എന്ത് പഠിച്ചാലാണ് പ്രസ്റ്റീജ് സ്ഥാനം എവിടെയാ ലഭിക്കുക? ജനങ്ങൾക്കിടയിൽ ഒന്ന് നെഞ്ചുവിരിച്ചു നടക്കാൻ എവിടെയാ ജോലി ലഭിക്കുക? നല്ല ശമ്പളം, സമൂഹത്തിനിടയിലുള്ള സ്ഥാനം, ഇതൊക്കെ നോക്കിയിട്ട് എവിടെയാണ് ഒഴിവുള്ളത് എന്നൊക്കെ അന്വേഷിച്ചിട്ട് പഠിപ്പിക്കുന്നു എന്നല്ലാതെ ദീനിന് വേണ്ടി പഠിപ്പിക്കുന്ന, ഈ ദീൻ നിലനിൽക്കാൻ വേണ്ടി എന്റെ മകനെ പഠിപ്പിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളെങ്കിലും നമ്മുടെ സദസ്സിലുണ്ടെങ്കിലും ഒന്ന് കൈപ്പൊക്കുക. ഞാൻ എന്റെ മകനെ പഠിപ്പിക്കുന്നത് ദീനിന് വേണ്ടിയിട്ടാണ്. ഒരാളെങ്കിലും ദീൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്റെ മകനെ ഞാൻ പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ അസീസ് ഉസ്താദ് ഉണ്ട്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. നമ്മുടെ സുഹൃത്താണ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ഒരാളിപ്പോ കൈപൊക്കിയിട്ടുള്ളൂ. ആളുകളൊക്കെ പഠിപ്പിക്കുന്നത് എന്തിന്? ദീനിയായ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി മക്കളെ ചേർക്കുമ്പോൾ പോലും അവിടെയുമുള്ള ലക്ഷ്യം ദുനിയാവാണ്, ഹാഫിളാക്കാൻ. അവിടെയും ലക്ഷ്യം ദുനിയ
ആഖിറമാണോ? ഹാഫിളാക്കുമ്പോഴുള്ള ലക്ഷ്യം വരെ ദുനിയാവാണ്. ദീനിന് വേണ്ടിയല്ലാതെ പറഞ്ഞാൽ കേൾക്കാൻ സമയമില്ല. എപ്പോഴും ചങ്ങാതിമായി ചാറ്റ് ചെയ്യാം, പക്ഷെ ഉപ്പയ്ക്കൊന്ന് വിളിക്കാറില്ല. ഉപ്പ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല. ഇനി വീട്ടിൽ ചെന്നാൽ തന്നെ ഉപ്പയോട് സംസാരിക്കാറില്ല. ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ചങ്ങാതിമാര് പറയാം, ഉപ്പ പറഞ്ഞു മോനെ ഒന്ന് മീൻ വാങ്ങിച്ചിട്ട് വാൻ. അപ്പോഴാണ് ഉപ്പയോട് പറയുന്നത്, ഉപ്പ എനിക്ക് സമയമില്ല എന്ന് പറയാം. ഉപ്പ എനിക്ക് സമയമില്ല, എനിക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിയുണ്ട്. എന്നാൽ അത് 5 മിനിറ്റ് കഴിയുമ്പോൾ ചങ്ങാതി വരാൻ, എടാ പോവല്ലേ, എവിടേക്ക്, നമുക്കൊന്ന് വെറുതെ ബീച്ചിൽ പോയിരിക്കാം. അപ്പൊ റെഡി. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവന്റെ പഠന തിരക്കം കഴിഞ്ഞു, അവന്റെ ജോലിയുടെ തിരക്കം കഴിഞ്ഞു. ഉപ്പ പറഞ്ഞ തിരക്കാണ്, ചങ്ങാതി പറഞ്ഞ ഒരു തിരക്കില്ല. അതിനാ സ്വദീഖ, അടുപ്പിക്ക, ചങ്ങാതിമാരോട് ബന്ധം. ഉപ്പമാരെ അകറ്റ. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. ഇല്ലേ? ഇതൊന്നും ഇന്ന് നടക്കുന്നില്ലേ? ഇതല്ലാതെ വല്ലതും നടക്കുന്നുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. നൊന്തുപറ്റ ഉപ്പ, നൊന്തുപറ്റ ഉമ്മ, അതേപോലെ 18 വർഷക്കാലം ചിറകം മുളക്കുന്നത് വരെ വളർത്തിയ സ്വന്തം ഉപ്പയെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കുന്ന മക്കൾ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിലില്ലേ? ഉണ്ട്. എനിക്ക് പല പേരുകളും ഓർമ്മ വരികയാണ്. പക്ഷേ പേര് പറയൽ നമ്മുടെ ഡ്യൂട്ടിയല്ല, നമ്മുടെ ദൗത്യമല്ല. കാര്യങ്ങൾ സമുദായത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. പല പേരുകളും പല ആളുകളുടെ രൂപങ്ങളും എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. കല്യാണം കഴിഞ്ഞ് വളരുമ്പോഴേക്കും വൃദ്ധനായ ഉപ്പയെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറ്റൂല എന്നൊക്കെ പറയുന്ന മക്കൾ അല്ലാഹു കാക്കട്ടെ. പള്ളിയിൽ സംസാരവും തർക്കങ്ങളും തുടങ്ങിയാൽ, പള്ളിയിൽ സംസാരങ്ങളും തർക്കങ്ങളും തുടങ്ങിയാൽ, തർക്കം പള്ളിയുടെ പേരിലുള്ള തർക്കം വേറെയാണ്, പള്ളിയുടെ അകത്തുള്ള തർക്കം വേറെയാണ്, പോലീസുകാരെ വെച്ച് നിസ്കരിക്കുന്ന പള്ളികൾ വേറെ. ഇതിനൊക്കെ പുറമെ പള്ളിയിൽ ഇങ്ങനെ സംസാരം വർദ്ധിക്കുക. പള്ളിയിൽ സംസാരം തുടങ്ങിയാൽ ഒരു നാടിന്റെ തെമ്മാടിയാണ് നാട്ടിനെ ഭരിക്കുന്നത്. നാടിന്റെ തെമ്മാടി നാട്ടിനെ ഭരിക്കുക. ഒരു യോഗ്യതയില്ലാത്ത ആളാണ് ഇന്ന് അമേരിക്കയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഒരു യോഗ്യതയില്ലാത്ത ആളാണ്. അതേപോലെ ഇന്ത്യ എങ്ങനെ തന്നെയാണ്. ഒരു യോഗ്യതയിൽ എന്ത് യോഗ്യത? പ്രധാനമന്ത്രിയാവാൻ, മുഖ്യമന്ത്രിയാവാൻ, ഒരു MLA ആവാൻ, ഒരു MP ആലിമ്യങ്ങളെ കുറ്റം പറയുന്നത് മനസ്സിലാക്കി കൊടുത്തപ്പോ ആലിമ്യങ്ങൾ ആൾ ഉഷാറാണല്ലേ എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ വിഷയങ്ങളും നമ്മൾക്ക് തിരിയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം മനസ്സിലാക്കണം. നമ്മൾക്കറിവില്ലാത്തതാണ്. ആലിമ്യങ്ങളെ ചിത്ത പറയരുത്. അള്ളാഹു നമ്മെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ നശിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നെഞ്ചുവിരിച്ച് ഐ ആം എ മുസ്ലിം, ഐ ആം പ്രൗഡ് ഓഫ് എ മുസ്ലിം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങണം, ഖുർആനിലേക്ക് മടങ്ങണം, ഹദീസിലേക്ക് മടങ്ങണം, ദീനിന്റെ ആ ചൈതന്യത്തിലേക്ക് മടങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. ഒന്ന്, മരിച്ച വീട്ടിലേക്ക് പോകണം. അത് കഴിഞ്ഞ് നാളെ കാസർഗോഡ് എത്തണം. അവിടെ ജുമുഅയുണ്ട് ഇൻഷാ അല്ലാഹ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം ചുണ്ടോടടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ആ കാഹളം, അല്ലേ? ചുണ്ടോടടുപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ആ കാഹളം. ഇന്ന് അപ്പുറത്ത് വെച്ചിട്ട് മാറി നിന്നിരിക്കുകയല്ല. ഇസ്രാഫീലിനറിയാം എപ്പോഴാണ് ഈ ഖിയാമത്ത് നാൾ അടുക്കുക എന്നൊക്കെ. എന്നാലും അതൊക്കെ ഇവിടെ വെച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടെ നിന്നതല്ല. അള്ളാഹു പറയുമ്പോ പോയിട്ട് ഊതാന്ന് വിചാരിച്ചിട്ടല്ല, ഊതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അള്ളാഹ് ഇപ്പൊ പറഞ്ഞ ഇപ്പൊ ഊതണം. അള്ളാഹ് പറയുമ്പോൾ ഊതാൻ വേണ്ടിയിട്ട് ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ, വിറച്ചു കഴിഞ്ഞാൽ, ഭൂകമ്പമുണ്ടായാൽ ഭൂമി അതിന്റെ ഭാരം പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ, ഭൂമിയുടെ ഭാരങ്ങളെ പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ പറയാൻ തുടങ്ങും ഈ ഭൂമിക്ക് എന്തു പറ്റിയെന്ന്. അള്ളാഹുവാണ് ഭൂമിയോട് സംസാരിക്കാൻ പറയുന്നത്. ഓരോ മനുഷ്യൻ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും ഭൂമി പറയുന്നതാണ്. നീ ഇവിടെ നിന്നാണ് കള്ളു കുടിച്ചത്, ഭൂമി പറയും. ആളുകൾ, കോടിക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്, പൊന്നുമോനെ നീ ഇവിടെ നിന്നാ കള്ളു കുടിച്ചത്, നീ നിസ്കരിച്ചത് ഇവിടെ നിന്നാണ്.
ഇവിടുത്തെ വെച്ചാണ് നീ മരിച്ചത്, ഇവിടെ വെച്ചാണ് നീ കൈപിടിച്ചത്, ഇവിടെ വെച്ചാണ് നീ സ്വതക്ക നൽകിയത്, ഇവിടെ വെച്ചാണ് ഒരു പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ വേണ്ടി നീ അധ്വാനിച്ചത്. എന്തിനേറെ പള്ളിയുടെ മുഅദ്ദിനിന്റെ ബാങ്കിന്റെ മധുരമായ അരയൊലികൾ, ആ മധുരിതമായ ശബ്ദം ഏതൊക്കെ മരങ്ങളും ഏതൊക്കെ കല്ലുകളും കേൾക്കുന്നുണ്ടോ, ആ കല്ലുകളും ആ മരങ്ങളും മുഅദ്ദിനിന് അനുകൂലമായി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൈന്യൂട്ടായ എല്ലാ കാര്യങ്ങളും ഭൂമി പറയും, ഓരോന്നോരോന്ന് വിശദമായി. അപ്പൊ ആളുകൾക്ക് മുമ്പിൽ ഇൻസൾട്ട് ആകും. നമ്മൾ അറിയാതെ ചെയ്തത് രഹസ്യമായതൊക്കെ പരസ്യം ഭൂമി പറയും. കാരണം അല്ലാഹുവാണ് ഭൂമിയോട് പറയാൻ പറയുന്നത്. നല്ലവരായ ആളുകൾ ഖബറിൽ നിന്ന് രണ്ടാമത്തെ ആ ഊത്തുകഴിഞ്ഞ് ഖബറിൽ നിന്ന് ഉണരുമ്പോ നല്ലവരായ മുഅ്മിനീങ്ങളാണെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നത് എന്റെ ഭാര്യ എവിടെ, എന്റെ ഭർത്താവ് എവിടെ, എന്റെ കുടുംബം എവിടെ എന്നാണ്. എന്നിട്ട് കുടുംബസമേതമാണ് അവർ മഹ്ശറയിലേക്ക് പോവാൻ. നല്ല ആളുകളാണെങ്കിൽ അല്ലാഹു പണ്ടേ പറഞ്ഞതല്ല, റസൂലുള്ള പണ്ടേ പറഞ്ഞതല്ല, ഇങ്ങനൊരു ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് എന്ന് പറഞ്ഞ് നല്ലവരായ ആളുകൾ പോകും. പക്ഷേ ചീത്തവരായ സത്യനിഷേധികളായ ആളുകളാണെങ്കിൽ അവർ ചോദിക്കുകയാണ്, ആരാണ് ഈ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയത്? ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ള ഒരു കാലവർഷം 40 വർഷത്തോളമാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കാലയളവിൽ ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല, ഒരാളെയും ഖബറിൽ വെച്ച്